ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 4 ടൈപ്പ് ഹാമ്പർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. 4 ടൈപ്പ് പറഞ്ഞാൽ നാല് രീതിയിലാണ് ചെയ്യുന്നത്. നാലിലും 4 ഐറ്റംസാണ് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 4ഉം ഡിഫറെൻറ്റ് സ്ഥലത്തേക്കാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളത്. ഫുള്ള് 4ൻ്റെ ഒരു കളി അല്ലേ. ഇതിൽ ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്കൊരു ഷർട്ട് ഹാമ്പറാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു വൈറ്റ് കളറിലുള്ള ബോക്സിലാണ് നമ്മൾ സെറ്റാക്കുന്നത്. അപ്പോൾ ഇതിൽ കസ്റ്റമർ നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷർട്ട്, പെർഫ്യൂമും, അതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ബെല്ല വിറ്റൻ്റെ ഗോട്ടിൻ്റെ പെർഫ്യൂമാണ്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കൂടിയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഫ്രെയിം നമ്മൾ ഇതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പർപ്പിൾ കളർ ഷർട്ടാണ് വെക്കുന്നത്. ഈ ഒരു ഷർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. കസ്റ്റമർ നമുക്ക് ലിങ്ക് അയച്ചു തന്നിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്താണ്. ഇതിന് ഞാൻ കസ്റ്റമറോട് റേറ്റ് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതിലധികം എഫേർട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഷർട്ടാണെങ്കിലും പെർഫ്യൂം ആണെങ്കിലും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ നേരിട്ട് നമ്മളെ കയ്യിൽ വന്നു. നമ്മളത് പർച്ചേസ് ചെയ്യാൻ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഫ്ലവറും ബോക്സും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് ഓൾറെഡി നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്ര എമൗണ്ട് അതായത് നമുക്കിതിൽ അത്ര എഫേർട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അധികം എമൗണ്ട് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം നമുക്കൊരു 300-350 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പ്ലസ് നമ്മൾ ബോക്സൊക്കെ വാങ്ങാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജും. അതായത് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഷർട്ട്, പെർഫ്യൂം, ഫ്ലവർ, ബോക്സ് ഇതിൻ്റെ എമൗണ്ട് പ്ലസ് നമ്മളെ സെറ്റിംഗ് ചാർജ് 300-350 ആ ഒരു റേഞ്ചിലൊക്കെ ഓരോരുത്തർക്കും ഓരോ എഫേർട്ട് ആവുമല്ലോ. പ്ലസ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുക. പിന്നെ ഈ ബോക്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകാൻ നിങ്ങൾക്ക് ഓട്ടോ ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതാവും ഈ ഒരു ബോക്സിൻ്റെ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ബോക്സ് വരുന്നത് ഒരു നല്ല റെഡ് കളറിൽ വരുന്ന ഒരു ഹാർഡ് ഷേപ്പ് ബോക്സാണ് സെറ്റാക്കാനുള്ളത്. ഇതിൽ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് ഫുള്ള് ഫ്ലവേഴ്സും ഒരു സൈഡ് ഫുള്ള് ഫെറാറോ ചോക്ലേറ്റും ആണ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തെർമാക്കോളൊക്കെ വെച്ച് ഹൈറ്റ് ആക്കിയിട്ട് ഒരു സൈഡിൽ ഓഫ് വൈറ്റും അതേപോലെ തന്നെ റെഡും കളറിൽ വരുന്ന ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവറിന് ഒരു പീസിന് റേറ്റ് വന്നിട്ടുള്ളത് 15 രൂപയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന എല്ലാ ബോക്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് സ്ലഷ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രാഫ്റ്റ് ഷോപ്പ് എന്നാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു സൈഡ് ഫുള്ള് ഫെറാറോ ചോക്ലേറ്റ് വെച്ച് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചെറിയ മിനി ഫ്ലവേഴ്സും കൂടി വെച്ചിട്ട് ഈ ബോക്സ് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിനും നമുക്ക് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എഫേർട്ട് വന്നിട്ടുണ്ട്. അതായത് ബോക്സും ചോക്ലേറ്റും ഫ്ലവറൊക്കെ നമ്മൾ പോയി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പർച്ചേസിങ് ചാർജ് പ്ലസ് ബോക്സിൻ്റെ എമൗണ്ട് പ്ലസ് ഷിപ്പിംഗ് ചാർജ് പ്ലസ് ഷിപ്പിങ്ങും ബോക്സിൻ്റെ എമൗണ്ടൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ എമൗണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്ലസ് നമ്മളെ സെറ്റിങ്ങും ഇതിനും അത്ര കൂടുതലായിട്ടൊരു എഫേർട്ടില്ല. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 380 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഈ ബോക്സിന് പ്രൈസ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു ഷർട്ട് ഹാമ്പർ തന്നെയാണ് ചെയ്യാനുള്ളത്. ഇതിൽ നമ്മളോട് കസ്റ്റമർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷർട്ട്, ഒരു ടീഷർട്ട്, ഒരു മഗ്, പിന്നെ 2 ഫെറാറോ ചോക്ലേറ്റ്, പിന്നെ ഫ്ലവർ, അതേപോലെ തന്നെ വിഷിംഗ് കാർഡ്. ഇത്ര ഐറ്റംസാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതും ഞാനൊരു വൈറ്റ് കളർ ബോക്സിലാണ് സെറ്റാക്കുന്നത്. അതായത് ഞാൻ ഫസ്റ്റ് ചെയ്ത ബോക്സില്ലേ അതിൻ്റെ വലിയ സൈസ്, അത് കുറച്ച് ചെറിയ സൈസാണ്. അതിനെക്കാട്ടും ഒന്നുകൂടെ വലിയ സൈസാണ് ഈ ഒരു ബോക്സ്. കാരണം കുറച്ചും കൂടെ അതിനെക്കാട്ടും കുറച്ചുകൂടെ ഐറ്റംസ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. പിന്നെ ഈ ഷർട്ടും ടീഷർട്ടും മറ്റേ ഷർട്ടിൻ്റെ പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്താണ് കേട്ടോ. കസ്റ്റമർ ലിങ്ക് അയച്ചു തന്നിട്ട് നമ്മളത് പർച്ചേസ് ചെയ്തു. മഗ്ഗാണെങ്കിലും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താണ്. പിന്നെ നമ്മൾക്ക് ബോക്സും ഫ്ലവറും ചോക്ലേറ്റും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് സെറ്റാക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനും നമ്മൾ സെറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ 300-350 ആ ഒരു റേഞ്ചിലൊക്കെ സെറ്റാക്കാം. കാരണം ഷർട്ടും മഗ്ഗൊന്നും നമ്മൾ പോയി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി സാധാരണ ഞാൻ ഷർട്ട് പോയി പർച്ചേസ് ചെയ്യാറുണ്ട്. ആ ഒരു പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും കുറച്ചുകൂടെ റേറ്റ് ഞാൻ കൂട്ടിയിട്ട് പറയും. 400 പറയാറുണ്ട്. കാരണം ഷർട്ട് പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊരു സമയം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ എഫേർട്ടും കൂടെ റേറ്റും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാറുണ്ട്. ആദ്യം ചെയ്ത ഷർട്ട് ബോക്സ് ആണെങ്കിലും ഹാർഡ് ബോക്സ് ആണെങ്കിലും നമുക്ക് ട്രിവാൻഡ്രത്തേക്കാണ് അയക്കാണ്ടായിരുന്നത്. പക്ഷേ ഇത് നമുക്ക് കേരളത്തിന്
പുറത്തേക്കാണ് കേട്ടോ അയക്കാനുള്ളത്, അതായത് കർണാടകയ്ക്ക്. നമുക്ക് ആൾ ഓവർ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. കോൺടാക്ട് നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് സെറ്റാക്കിയിട്ട് നമ്മൾ ഈ ഒരു ബോക്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഉമ്മാക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അതായത് മകള് ഉമ്മാൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് സാരി, അതേപോലെ തന്നെ ബ്ലൂ ലേഡീൻ്റെ പെർഫ്യൂം, പിന്നെ ഒരു തെസ്ബി ചെയിന്, പിന്നെ 2 ഡയറി മിൽക്ക് സിൽക്ക്, പിന്നെ കസ്റ്റമൈസ്ഡ് മഗ്ഗുമാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബോക്സ് എടുത്തിട്ട് അതിൽ നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. അത്യാവശ്യം എഫേർട്ട് വന്നിട്ടുള്ള വർക്കാണ്. അതായത് ഈ ഒരു സാരി വാങ്ങണം, മഗ് വാങ്ങണം, തെസ്ബി വാങ്ങണം, ചോക്ലേറ്റ്, പെർഫ്യൂം എല്ലാം വാങ്ങണം. അപ്പോൾ ടോട്ടലി ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാൻ നമ്മൾ 6 കടയിൽ കയറിയിട്ടുണ്ട്. സാരി വാങ്ങാനൊരു കട, പെർഫ്യൂമിനൊരു കട, മഗ്ഗിനൊരു കട, ചോക്ലേറ്റിനൊരു കട, ബോക്സ് വാങ്ങാനൊരു കട, ഒക്കത്തിനും ഡിഫറെൻറ്റ് കടയിൽ കയറിയിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റേതായ സമയം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോക്സ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോക്സിലാണ് സെറ്റാക്കി കൊടുത്തിട്ടുള്ളത്. പക്ഷേങ്കിൽ എൻ്റെ എഫേർട്ട് ചാർജ്, സെറ്റിംഗ് ചാർജ് ഞാൻ ഇതിന് 480 രൂപ എടുത്തിട്ടുണ്ട്. കാരണം ഓരോ ഷോപ്പിലും കയറി ഇറങ്ങണം, അതേപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യണം, അതൊക്കെ നമുക്ക് ഒരുപാട് എഫേർട്ട് വന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് ഇത് എമൗണ്ട് കൂടുതലാണോ തോന്നിയാൽ, അതായത് സെറ്റിംഗ് ചാർജ് കൂടുതലാണെന്ന് തോന്നിയാൽ അത് എന്താ പറയുക, എനിക്ക് അതിലൊന്നും പറയാനില്ല. കാരണം ഞാൻ എൻ്റെ എഫേർട്ടിനനുസരിച്ചാണ് ഇടുന്നത്. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിനനുസരിച്ചും നമ്മളെ കാര്യങ്ങൾക്ക് അനുസരിച്ചും നമുക്ക് റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയ ഓർഡറാണ്, അതും പെട്ടെന്നാണ് എല്ലാം ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബോക്സ് സെറ്റാക്കി അയച്ചിട്ടുള്ളത്. ചില കസ്റ്റമേഴ്സിനോട് നമ്മൾ റേറ്റ് പറയുമ്പോൾ അവരത് കൂടുതലാണെന്ന് പറയും. ചില കസ്റ്റമേഴ്സ് ആണെങ്കിലോ കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോളൂ അറിയും. കാരണം നമ്മളെ എഫേർട്ട് മനസ്സിലാക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ചിലവർക്ക് ഇത് അറിയാത്തതുകൊണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. അതിന് അവർക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ 4 ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.